വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ താക്കീതായി മുസ്ലിം ലീഗ് മഹാറാലിയിൽ കോഴിക്കോട് കടപ്പുറം ജനസാഗരമായി. നേരത്തെ വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടാനുള്ള സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ ലീഗ് നടത്തിയ പ്രതിഷേധ റാലിയെ കവച്ചുവെക്കുന്ന ജനക്കൂട്ടമാണ് കടപ്പുറത്തേക്ക് ഒഴുകിയെത്തിയത്. കടുത്ത ചൂടിനെയും നട്ടുച്ച വെയിലിനെയും അവഗണിച്ച് ഉച്ച മുതൽ തന്നെ കടപ്പുറത്തേക്കുള്ള വഴികളിലൂടെയെല്ലാം ചെറു സംഘങ്ങളായി മുദ്രാവാക്യം മുഴക്കി വനിതകൾ ഉൾപ്പെടെ പ്രവർത്തകർ എത്തിക്കൊണ്ടിരുന്നു. വൈകിട്ട് 4 മണിയോടെ കാലുകുത്താൻ ഇടമില്ലാത്ത വിധം കടപ്പുറം നിറഞ്ഞു കവിഞ്ഞു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള പ്ലക്കാർഡുകളും ഉയർത്തിയിരുന്നു. ഭരണഘടനയെ പിച്ചി ചീന്തി നട്ടുവളർത്തിയ പ്രസ്ഥാനം മോഡി സർക്കാർ നാടൻ ഭരണത്തിനെതിരെ പ്രതിഷേധത്തിന് നേടിയെടുത്തവ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് ഇന്ത്യൻ മണ്ണ്. മുസ്ലിം ലീഗ് സിന്ദാബാദ്, മഹാറാലി സിന്ദാബാദ്, മഹാറാലി സിന്ദാബാദ്. വാനിലുയർത്തി പറയട്ടെ, രാജ്യം കാത്തു പുലർത്തുന്ന വിലങ്ങിൽ ശ്വാസം മുട്ടി പിടയുമ്പോൾ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച മഹാറാലിയിൽ BJP സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന അധ്യക്ഷൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. രണ്ടും നീതി നിഷേധത്തിനെതിരാണ്, നിയമ ലംഘനത്തിന് എതിരെയാണ്, ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾക്ക് എതിരെയുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഈ മഹാറാലിയിലും നമ്മളിപ്പോൾ വെളിപ്പെടുത്തുന്നത്. കേന്ദ്ര നിയമം വഖഫ് ഭേദഗതി എന്ന പേരിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് അവർ പാസ്സാക്കിയിരിക്കുകയാണ്. നിരവധി വിമർശനങ്ങളും എതിർപ്പുകളും ഈ നിയമനിർമ്മാണത്തിനെതിരെ രാജ്യം മുഴുവനും അലയടിക്കുകയുണ്ടായി എന്ന് നമുക്കറിയാം. എന്നാൽ അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ഭൂരിപക്ഷത്തിൻ്റെ പുങ്കിൻ്റെ മറവിൽ പാർലമെന്റിൽ അത് പാസ്സാക്കിയെടുത്തിരിക്കുകയാണ്. ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ലാണ് എന്ന് രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ മതേതര കക്ഷികളും വിലയിരുത്തുകയുണ്ടായി. പാർലമെന്റിൽ ജയിക്കുന്നോ തോൽക്കുന്നോ എന്നുള്ളതല്ല, പാർലമെന്റിൽ നമ്മളവിടെ ശബ്ദമുയർത്തിയോ എന്നുള്ളതാണ്. ചരിത്രം അതാണ് ഉറ്റുനോക്കുന്നത്. അത്രയ്ക്കേറെ എതിർപ്പിന് വിധേയമായിട്ടുള്ള മറ്റു ബില്ലൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം കേന്ദ്ര സർക്കാർ ഇപ്പോൾ അടുത്ത കാലത്തായി കൊടുത്ത കുറേ ബില്ലുകൾ, അതിൽ മുസ്ലിം വിരുദ്ധ ബില്ലുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മറവിൽ വർഗീയതയെ അടിച്ചേൽപ്പിക്കുന്ന ബില്ലാണ്. പൗരത്വ ബില്ല് അങ്ങനെയാണ്, മുത്തലാഖ് ബില്ലുണ്ട്, ഏക സിവിൽ കോഡുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ മുസ്ലിം വിരുദ്ധ വികാരങ്ങൾക്ക് വിടുന്നുണ്ട് എന്നതുപോലെ തന്നെ അവിടെ അതിൻ്റെ മറവിൽ വർഗീയതയും ജനങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണ സഭയായി നമ്മുടെ പാർലമെന്റിനെ അധപതിപ്പിക്കുവാനാണ് നിർഭാഗ്യവശാൽ മോദി ഗവൺമെന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാർലമെന്റിന്റെ പാരമ്പര്യത്തിനെതിരാണ്. നമ്മുടെ പാർലമെന്റ് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ബഹുസ്വരതയുടെയും കാവൽ ക്ഷേത്രമായി
പൗരന്റെ വിശ്വാസം സംരക്ഷിക്കേണ്ട കാവൽക്കാർ തന്നെ അവരുടെ സ്വത്തുക്കളുടെ കയ്യേറ്റക്കാരാവുകയാണെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ്. ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. രാജ്യത്തെ ഭരണഘടനയെ ഹനിക്കുന്ന നിയമം എന്ന നിലയിൽ ജനാധിപത്യ സംവിധാനം തന്നെ അട്ടിമറിക്കപ്പെടുകയാണ്. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കാവൽ ക്ഷേത്രമായിരുന്ന പാർലമെന്റിനെ ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കി തമ്മിൽ തല്ലിക്കാൻ ദുരുപയോഗം ചെയ്യുകയാണ് മോദി സർക്കാരെന്നും സാദിഖ് അലി തങ്ങൾ കുറ്റപ്പെടുത്തി. രാജ്യത്ത് നിരന്തരം കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് മോദി സർക്കാർ എന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ പോരാട്ടങ്ങൾക്കൊപ്പമാണ്. ജനങ്ങളെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് BJP സർക്കാർ ചെയ്യുന്നതെന്നും ഗൌഡ കുറ്റപ്പെടുത്തി. ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതക്ക പരിപാടിയിൽ എത്തിയിരുന്നു. ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. MP-മാരായ ET മുഹമ്മദ് ബഷീർ, അബ്ദുസമദ് സമദാനി, PV അബ്ദുൽ വഹാബ്, ഡോക്ടർ MK മുനീർ MLA, KPA മജീദ് MLA, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, റഷീദ് അലി ശിഹാബ് തങ്ങൾ, മുനവർ അലി ശിഹാബ് തങ്ങൾ, KM ഷാജി എന്നിവരും സംസാരിച്ചു. ജനറൽ സെക്രട്ടറി PMA സലാം സ്വാഗതവും സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99.